Hello class, നമ്മുടെ ഗ്രാമറിൽ I have to finish one more portion survey questionnaire. So I thought I will finish that as well. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്വസ്റ്റനെയർ ആണ്, പ്രിപ്പയറിംഗ് ക്വസ്റ്റനെയേഴ്സ്. നോർമലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പ്രിപ്പയർ എ സർവേ ക്വസ്റ്റനെയർ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ യു നീഡ് ടു നോ ദ ഡെഫിനേഷൻ ഓഫ് ഇറ്റ്, ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റനെയർ എക്സെട്ര. So what exactly is a questionnaire? It is a very convenient tool, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. ഫോർ വാട്ട്? ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ, ഫോർ ഗ്യാതറിങ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് എന്ത് പാറ്റേണിലാണ്? ദേ ആർ വെരി സ്ട്രക്ചേർഡ്, വെരി ഫ്രെയിംഡ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ എ വെരി സിസ്റ്റമാറ്റിക് മെത്തോഡിക്കൽ മാനർ. ആൻഡ് വൈ ഡു വി യൂസ് എ ക്വസ്റ്റനെയർ? പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ക്വസ്റ്റനെയർ യൂസ് ചെയ്യാം. വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, എന്തെങ്കിലും ഒരു ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഡേറ്റ ഇൻഫർമേഷന് വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങൾക്ക് വി ക്യാൻ യൂസ് ക്വസ്റ്റനെയർ. ആൻഡ് ദ കൺവീനിയൻസ് ഓഫ് ക്വസ്റ്റനെയർ ഈസ് ദാറ്റ് വി ക്യാൻ കസ്റ്റമൈസ് ഇറ്റ്. നമ്മളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് വി ക്യാൻ മോഡിഫൈ ദ ക്വസ്റ്റനെയർ. ആൻഡ് ദ ക്വസ്റ്റനെയേഴ്സിന് ഇറ്റ് ഓഫേഴ്സ് ചോയ്സസ് ടു റെസ്പോണ്ടൻസ്. ഇത് റെസ്പോണ്ട് ചെയ്യുന്നവർക്ക്, ഉത്തരം നൽകുന്നവർക്ക് വി ഗിവ് ചോയ്സസ്. ആൻഡ് റിമെമ്പർ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റനെയേഴ്സ്. നോർമലി അത് ചോദ്യമായിട്ട് വരുമെന്ന് പറയാറില്ല, എന്നാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 4 different kinds of questionnaires are mentioned in your textbook. You have the mixed questionnaire. Mixed questionnaire means it is a combination. ഒരു standard questionnaire, normally it is a mixed questionnaire. It will have both structured questionnaire and unstructured questionnaire. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള questionnaire ആയിരിക്കും. ആൻഡ് രണ്ടാമത്തത് പിക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റനെയേഴ്സ് ഉണ്ട്. അത് യൂസിങ് പിക്ചേഴ്സ് യു ഒബ്റ്റെയിൻ റെസ്പോൺസസ്. ആൻഡ് ഫൈനലി യു ഹാവ് ദ സ്ട്രക്ചേർഡ് റെസ്പോൺസസ് ആൻഡ് ദ അൺസ്ട്രക്ചേർഡ് റെസ്പോൺസസ്. So you need to know in detail what a structured questionnaire is and what an unstructured questionnaire is. എന്താണ് സ്ട്രക്ചേർഡ് ക്വസ്റ്റനെയർ? സ്ട്രക്ചേർഡ് ക്വസ്റ്റനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കും. ക്വസ്റ്റ്യൻസ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരിക്കും. ദർ വിൽ ബി എ ഡെഫിനിറ്റ് സെറ്റ് ആൻഡ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾ ദി ക്വസ്റ്റ്യൻസ് വിൽ ബി ഇൻ എ വെരി ഫോർമൽ മെത്തേഡ്. ഫോർമലായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ആൻസേഴ്സ് യു ക്യാൻ പുട്ട് എ ടിക്ക് മാർക്ക് ഓർ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ നോർമലി കാണുന്നതാണ് എഗ്രി, ഡിസഗ്രി, സ്ട്രോങ്ലി എഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, ആ മോഡലുള്ളതായിരിക്കാം. അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ്, എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇങ്ങനത്തെ ഓപ്ഷൻസിൽ നിന്ന് ആൻസേഴ്സ് ആർ ഗിവൺ ഇൻ എ പാരാമീറ്റർ. അതിനകത്തിൽ നിന്ന് യു ക്യാൻ മേക്ക് യുവർ ചോയ്സ്. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ദ വെരി ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റനെയർ, വളരെ നാരോ ക്വസ്റ്റനെയേഴ്സ് ആയിരിക്കും. ആ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് യു ഹാവ് ടു ഫിൽ ഇറ്റ്. ദീസ് ആർ സർവേ ക്വസ്റ്റനെയേഴ്സ്, ഐ മീൻ സ്ട്രക്ചേർഡ് ക്വസ്റ്റനെയേഴ്സ്. നോർമലി നമ്മുടെ ഫുഡ് ഹാബിറ്റും സെൻസസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സ്ട്രക്ചേർഡ് ക്വസ്റ്റനെയേഴ്സ് ആണ്. നൗ കമ്മിങ് ടു അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റനെയേഴ്സ്, അതും ക്വാളിറ്റേറ്റീവ് അസസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻസ് ആർ നോട്ട് സെറ്റ്. ക്വസ്റ്റ്യൻസ് ആക്ച്വലി സെറ്റ് ആയിരിക്കും, പക്ഷേ ബേസ്ഡ് ഓൺ യുവർ ആൻസേഴ്സ് the questions may change. For example, if you're going to a job interview, നമ്മളൊരു ജോബ് ഇൻ്റർവ്യൂവിന് പോവുകയാണ്, they will have a set of questions. അവരുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പക്ഷേ അക്കോർഡിംഗ് ടു ആ റെസ്പോൺസ്, നമ്മളുടെ ഉത്തരങ്ങൾക്കനുസരിച്ച് ദർ വിൽ ബി മോർ സ്പോണ്ടേനിയസ് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ദ കൺവീനിയൻസ് ഓഫ് ദിസ് അൺസ്ട്രക്ചേർഡ് ഫോമാറ്റ് ഇസ് ദാറ്റ് യു ക്യാൻ എക്സ്പ്രസ് യുവർ വ്യൂ. നമ്മളുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റനെയറിൻ്റെ വേറൊരു പേരാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റനെയർ എന്ന് പറയുന്നത്. ഇനി ദീസ് ടു ആർ എക്സാമ്പിൾസ് ഓഫ് സ്ട്രക്ചേർഡ് ക്വസ്റ്റനെയർ. ശ്രദ്ധിച്ചാൽ മതി, എല്ലാ ക്വസ്റ്റനെയർ എഴുതുമ്പോഴും ആദ്യം നമ്മൾ ഒന്നീ പേര് കൊടുക്കുക, ഏജ് കൊടുക്കുക, മെയിൽ അഡ്രസ്സ് കൊടുക്കുക, അല്ലെങ്കിൽ വിച്ച് സെൻറ്റർ, ഏത് സ്ഥാപനമാണ് നടത്തുന്നത്. അങ്ങനെ വളരെ പ്രൊഫഷണലായിട്ട് വേണം നമ്മളൊരു ക്വസ്റ്റനെയർ സെറ്റ് ചെയ്യാനായിട്ട്. ഹെഡിങ് ക്വസ്റ്റനെയർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ബേസ് ആയിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കാം. അല്ലാണ്ട് ഒരു ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റനെയർ ആണെങ്കിൽ അങ്ങനത്തെയും ഹെഡിങ് കൊടുക്കാം. ഹെഡിങ് കൊടുത്തതിന് ശേഷം ഗിവ് യുവർ നെയിം, ഗിവ് യുവർ അഡ്രസ്, മൊബൈൽ നമ്പർ എക്സെട്ര, അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ് പ്രിഫറബ്ലി. അത് കഴിഞ്ഞിട്ട് സ്ഥാപനങ്ങൾ നടത്തുന്നതാണെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസും നൽകുക. ആൻഡ് ഇഫ് യു സീ ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം എങ്ങനത്തെയാണ്? വളരെ സെറ്റ് ആൻസേഴ്സ് ആണ്. ഒരു 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 5 ഓപ്ഷൻസിനകത്ത് നമ്മൾ എൻസർക്കിൾ ചെയ്യണം. ഇഫ് യെസ്, വെയർ.
അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടോ? അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ആ അഡ്വർടൈസ്മെൻറ്റ് ഇഷ്ടമാണോ? ഇന്ന പ്രോഡക്റ്റ് ഇഷ്ടമാണോ? എക്സെട്ര. അപ്പോൾ അതിൽ നിന്ന് തന്നെ എന്താണ്, ആ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കകത്ത് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് തന്നെ നമ്മൾ റൗണ്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനെയറും കൊടുത്തിട്ടുണ്ട്. സ്ട്രോങ്ലി എഗ്രി, അൺസർട്ടൻലി നോട്ട് ആപ്ലിക്കബിൾ, ഡിസഗ്രി. ആ ഓപ്ഷൻസിനകത്താണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇൻറ്റു മാർക്ക് അല്ലെങ്കിൽ ക്രോസ് മാർക്സ് ഇടേണ്ടത്. വളരെ ക്ലോസ്ഡ് ഇൻഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയറാണ് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ് യു ഹാവ് നൗ കമ്മിങ് ടു അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ. അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയറിൽ നോക്കിയേ, റെസ്പോൺസിനനുസരിച്ച് വി ക്യാൻ എലാബറേറ്റ്. ആദ്യത്തെ മെഡിക്കൽ ക്വസ്റ്റ്യനെയർ, ഇഫ് യു ലുക്ക് ഇൻ ടു ഇറ്റ്, ഡു യു ഹാവ് എനി പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷൻസ്? ഇതിന് മുന്നേ എന്തെങ്കിലും മെഡിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടോ? ഇഫ് യെസ്, ഇഫ് യു ഹാവ് എ മെഡിക്കൽ പ്രോബ്ലം യു ഹാവ് ടു എലാബറേറ്റ് ഓൺ ദാറ്റ്. അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഹൗ ഇറ്റ് ബിക്കെയിം എ വെരി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. അതിനെപ്പറ്റി എലാബറേഷൻ കൊടുക്കുന്നതോടുകൂടി എന്ത് ചെയ്യാണ്, നമ്മളത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെയാണ് താഴത്തെയും ചോദ്യങ്ങൾ. പ്ലീസ് എക്സ്പ്ലെയിൻ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്ലീസ് എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് പലയിടത്തും ചോദിച്ചിട്ടുണ്ട്. ദയബൈ മേക്കിംഗ് ഇറ്റ് എ അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻ. ഇപ്പുറത്ത് വരികയാണെങ്കിൽ വാട്ട് ഈസ് യുവർ പ്രൈമറി റീസൺ ഫോർ ലീവിങ്? അതുപോലത്തെ പല നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ വ്യൂസും നമ്മളുടെ ഇംപ്രഷൻസും എക്സ്പ്രസ് ചെയ്യാനുള്ള തരം ഒരു ചോദ്യമാണ് ഇത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനെയേഴ്സ് സ്ട്രക്ചേർഡ് മാത്രമാണെങ്കിൽ രണ്ടാമത്തത് മിക്സഡ് അല്ല, കൂടുതലും അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ ആണ്. ആൻഡ് ദിസ് തേർഡ് ക്വസ്റ്റ്യനെയർ ഇറ്റ്സ് എ ജോബ് അനാലിസിസ് ക്വസ്റ്റ്യനെയർ. അത് ശ്രദ്ധിച്ചാൽ മതി. ഇതിനകത്ത് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ബോത്ത് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ ആൻഡ് അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ. ആൻഡ് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. നോർമലി ഒരു സാമ്പിൾ ക്വസ്റ്റ്യനെയർ, ഒരു 10 എണ്ണമുള്ള ഒരു സാമ്പിൾ ക്വസ്റ്റ്യനെയർ എഴുതാനാണ് നോർമലി ചോദ്യമായിട്ട് വരുന്നത്. ആദ്യത്തെ ഒരു 2-3 അപ്പം നമ്മൾ നമ്പർ ഇട്ട് വേണം എഴുതാൻ. 1 to 15 1 to 15 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ആൻഡ് റിമെമ്പർ, ആദ്യത്തെ 3 എണ്ണത്തിൻ്റെ ചോദ്യമായിരിക്കില്ല, നമ്മുടെ പേരായിരിക്കാം. റെസ്പോണ്ട് ചെയ്യുന്ന ആളുടെ പേര് എഴുതാനുള്ള സ്പേസ് ആയിരിക്കാം, അഡ്രസ്സ് എഴുതാനുള്ളതായിരിക്കാം, മൊബൈൽ നമ്പർ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഏതാണ് സെൻറ്റർ, എനി കൈൻഡ് ഓഫ് നമ്പർ, അതായിരിക്കാം. അതിനുശേഷം വേണം നമ്മൾ എന്തിലോട്ട് പോകാനായിട്ട്, ചോദ്യങ്ങളിലോട്ട്. വി ഗോ ടു ദ ക്വസ്റ്റ്യൻ വിച്ച് ഇൻക്ലൂഡ്സ് ബോത്ത് അൺസ്ട്രക്ചേർഡ് ആൻഡ് സ്ട്രക്ചേർഡ്. റിമെമ്പർ, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യത്തിൽ പെർട്ടിക്കുലർ സ്ട്രക്ചേർഡ് ആണോ അൺസ്ട്രക്ചേർഡ് ആണോ എന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ഓഫ് മിക്സഡ് വൺ. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യനെയർ എപ്പോഴും മിക്സഡ് ആയിട്ടുള്ളതാണ്, സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. താങ്ക് യു.